ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് എല്ലാ മലയാളികളുടെ ആഗ്രഹം പോലൊരു വീടാണ്. കണ്ടോ, കണ്ട അടിപൊളി ഒരു വീട്. എല്ലാ മലയാളികളുടെ മനസ്സിലുള്ള ഒരു ആഗ്രഹമാണ് ഇതുപോലുള്ള ഒരു വീട്. ഒരേക്കർ സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യണത്. അത് ന്യായമായ വിലയുള്ളൂ. ഏകദേശം ഒരു 40% പൈസ ഇതിന് ചോദിക്കണുള്ളത്. കാരണം ഇവര് മുടക്കിയതിന്റെ ഒരു 40% അത്ര ഇവര് ചോദിക്കണുള്ളത്. കണ്ട മനോഹരമായ ഒരു പൂന്തോട്ടവും കാര്യങ്ങളൊക്കെ, ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. ഞാനിതെല്ലാം നിങ്ങളെ നടന്ന് കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണോട്ടോ, കാരണം ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയണ്ട. അപ്പൊ നിങ്ങൾ ഈ ഡീറ്റെയിൽ മുഴുവൻ കേട്ടതിന് ശേഷം മാത്രം നമ്മൾ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ വിളിക്കുക. അപ്പൊ എല്ലാവരും ഈ വീടിന് ഒരു ലൈക്ക് അടിക്കണം, കാരണം അത്രയും നല്ല വീടാണ്. നമ്മൾ ഇതേകൂടെയൊക്കെ കേരളം കംപ്ലീറ്റ് ഓടി നടന്നിട്ടാണ് ഒരേ സ്ഥലത്ത് ഇതേകൂടെ വീടൊക്കെ നിങ്ങൾക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവന്നെ. അപ്പൊ നിങ്ങൾ ദയവായിട്ട് ഒരു ലൈക്ക് അടിച്ചെങ്കിലും സഹകരിക്കണം. ഇത് കണ്ട എങ്ങനെയുണ്ടെന്ന് നോക്കി, മംഗോസ്തി, അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള പൂന്തോട്ടം. അത് വീടിന്റെ ചുറ്റും നടക്കാം. കാരണം ഇതിൽ കൂടി നടന്നാൽ തന്നെ മനസ്സിനൊരു സുഖമാണ്. ഇതിന്റെ ഫുൾ ഡീറ്റെയിൽ ഞാൻ ഈ വീഡിയോ തന്നെ പറയാം. അപ്പൊ എല്ലാവരും ഞാൻ ഇതിന്റെ ചുറ്റുപാടുള്ളതൊക്കെ ഒന്ന് കാണിച്ചു തരട്ടാ. കണ്ട നല്ല അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ അടിപൊളിയായിട്ടാണ് ഈ വീട് അറേഞ്ച് ചെയ്തേക്കണം. അതിന്റെ ബാക്ക് സൈഡിലും ഒരു ഗേറ്റ് ഉണ്ട്. നടന്നു പോകാൻ മാത്രമുണ്ട്, വണ്ടി കയറുന്ന സെറ്റപ്പിലും അല്ല. ഇഷ്ടം പോലെ മാവ്, പ്ലാവ് കാര്യങ്ങളെല്ലാം നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെ ബഡ് മാവുകളാണ്, ഹൈബ്രിഡ് മാവുകളാണ്. ഇതെല്ലാം കായ്ക്കും, എല്ലാ സെറ്റപ്പും ഉണ്ട്. നമുക്ക് ഡ്രാഗൺ ഫ്രൂട്ടൊക്കെ കണ്ട ഈ പറമ്പില് ഇല്ലാത്തതായിട്ട് ഒരു ഫലവൃക്ഷങ്ങളും ഇല്ലെന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും നട്ടുപിടിപ്പിച്ച് എല്ലാരും അതേ കൂട്ടായിട്ടുണ്ട്. എല്ലാരും കായ്ക്കണ സെറ്റപ്പിലാണ് ഇപ്പോൾ ഉള്ളത്. ഡ്രാഗൺ ഫ്രൂട്ട്, കറിവേപ്പ് വരെ ഉണ്ട്. അതായത് എല്ലാ ചെറുനാരകം, ഓറഞ്ച്, ഇനി അപ്പുറത്ത് മുന്തിരി നിപ്പുണ്ട്. അങ്ങനെ എല്ലാ സെറ്റപ്പും ഉള്ളത്. ഒരു വീട്ടിലത്തേക്ക് ആവശ്യമായ എല്ലാ സംഭവവും ഇവിടെ ഉണ്ടെന്നുള്ളത്. പിന്നെ നിങ്ങൾക്ക് പച്ചക്കറിയും കാര്യങ്ങളൊക്കെ കൃഷി ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ഥലവും ഉണ്ട്. പിന്നെ നമ്മൾ ആദ്യം തന്നെ കാണിച്ചില്ല, ഒരു ഫ്രണ്ടിലൊരു റബ്ബർ തോട്ടം. അതൊരു 25 സെന്റ് വേറെ സെപ്പറേറ്റ് ആണ്. മുന്തിരിയാണ് കാണുക, മുന്തിരി വടന്നിറക്കണ്ട. ഇത് ബാക്കിലെ സെറ്റ് ഔട്ടാണ്. ആ റബ്ബർ തോട്ടം ഒരു 25 സെന്റ് ഉണ്ട്. അതും കൊടുക്കാനുള്ളണ്ട. അത് മുന്നേ ആവശ്യക്കാരുണ്ടെങ്കിൽ പറഞ്ഞ അതും തരും. കാരണം അത് റോഡിന്റെ അപ്പുറം കിടക്കുകയാണ്. ഇത് റോഡിന്റെ ഇപ്പുറവും അല്ല. ഇഷ്ടം പോലെ ഫലവൃക്ഷങ്ങളാണ്. ഞങ്ങളുടെ ഞാൻ കാണിച്ചു തരട്ടെ. ഈ ജാതിയും മംഗോസ്തിയും റംബൂട്ടാനും എന്താ പറയണ, ഇല്ലാത്തതായിട്ടൊന്നുമില്ല. നമുക്ക് ഇവിടെ വന്ന് ഇതിന്റെ പറമ്പിൽ കൂടെ നടന്നാൽ തന്നെ മനസ്സിനൊരു കുളിർമയും. കാരണം ഇതൊക്കെ കാണുമ്പോൾ തന്നെ, കാരണം മനോഹരമായ ഒരു പൂന്തോട്ടം, അടിപൊളി ഒരു വീട്. ഈ വീടിന്റെ അകത്തെ കാഴ്ചകളൊക്കെ കണ്ടോ, എന്താ ഒരു സൗകര്യം എന്നറിയോ, അടിപൊളി സൗകര്യമാണ്. നിങ്ങൾ ഈ വീടൊന്ന് കണ്ടിരിക്കണം, കാരണം ഇതിന്റെ അറേഞ്ച്മെന്റ്സ് അങ്ങനെയാണ്. പേര, അതുപോലെ തന്നെ എല്ലാ സെറ്റപ്പും ഉണ്ട്. അങ്ങാട് സ്ഥലം കിടക്കേണ്ട നേരെ ഞാൻ ആ അറ്റത്ത് ചെന്നിട്ട് കാണിച്ചു തരത്. കാരണം അങ്ങാട് ഇറങ്ങിയില്ല ഞാൻ. ഇവിടുന്ന് നോക്കി കഴിഞ്ഞാൽ കാണാം അത്യാവശ്യം ഉണ്ടാവും. ഇവിടെ മാവ്, അതേപോലെ തന്നെ റംബൂട്ടാൻ, സകല ഐറ്റംസ് ഉണ്ട്. വാഴ, ജാതി, ഞങ്ങൾ നോക്കി കണ്ടോട്ടെ. പ്ലാവ്, മാവ്, അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. കാരണം ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്താണ്, 10 മിനിറ്റിന് മേലായി, 10-11 മിനിറ്റ് എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇനി വീടിന്റെ അകത്തെ കാഴ്ചകൾ കാണാം. അപ്പൊ നിങ്ങൾ നേരിട്ട് വരുമ്പോഴേക്കും ഇതെല്ലാം കാണാൻ പറ്റും. കായ്ക്കണ തെങ്ങ് കാര്യങ്ങളെല്ലാം ഉണ്ട്. അത്യാവശ്യം എല്ലാ മരങ്ങളും ഉണ്ടെന്നുള്ളത്. നിങ്ങൾ നേരിട്ട് വരുമ്പോഴേക്കും അതും അതൊക്കെ മൊത്തം കാണിച്ചു തരാം. ഇവിടെ പുറത്ത് സിറ്റൗട്ടിന്റെ സൈഡിലൊരു മരവും കാര്യങ്ങളൊക്കെ നട്ടുപിടിച്ച് എല്ലാരും പക്ക ലുക്കാണ്. അത്രയും അടിപൊളിയായിട്ട് അറേഞ്ച് ചെയ്തേക്കണം. സിറ്റൗട്ടിലേക്ക് വലിപ്പം കണ്ട അത്യാവശ്യം നല്ല വലിപ്പമുള്ള വീടാണ്. ഇവിടെ ആകെപ്പാടെ 2 പേരെ താമസമുള്ളൂ. അത് കാരണമാണ് ഈ വീട് കൊടുക്കുന്നത്. ഇത് കൊടുത്തിട്ട് മക്കളുടെ അടുത്തോട്ട് പോണത്. സിറ്റൗട്ട് സൈഡിൽ ലെങ്ത് കണ്ട. ഈ സൈഡൊക്കെ കംപ്ലീറ്റ് ഗ്ലാസ് ആണ് ഇട്ടേക്കണം. വീടിന് ചുറ്റും CCTV കാര്യങ്ങൾ എല്ലാം ഉണ്ട്. എന്താ ഇനി അകത്തോട്ട് കയറുമ്പോഴുള്ള സൗകര്യങ്ങളൊക്കെയാണ് എനിക്ക് കാണേണ്ടത്. എന്താ ഇത് സിറ്റ് ഔട്ട് ഇങ്ങനെ ഒരു LCB കിടക്കുകയാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സിറ്റ് ഔട്ട്. ഡോറിന്റെ ഒക്കെ വീതി ഉണ്ടാ, ഡോറൊക്കെ ഏതാണ്ട് 5 അടിയായിട്ട് വീതിയുണ്ട്. അത്രയും വലിയ ഡോറാണ്. എന്താ ഇവിടുന്ന് കയറുമ്പോഴൊക്കെ നിങ്ങളെ ലിവിങ് ഏരിയയുടെ ഒക്കെ വലിപ്പം കണ്ട എന്താ ഒരു ലുക്ക് നോക്കി. അടിപൊളി സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളി സെറ്റപ്പ്.
കണ്ട സീലിങ്ങിന്റെ ഹൈറ്റ് കണ്ട. ഇത് ഒറ്റ നില വീടാണ്ട, ഒരു നിലയിൽ ഇത്രയും വലിയ വീടാ പണിതേക്കണം. വേണ്ട, ഇത് നിങ്ങളുടെ ഡൈനിങ് ഏരിയ എന്ന് പറഞ്ഞത്. ഇതാണ് ഡൈനിങ് ഏരിയ. അതൊക്കെ വലിയ ഹാളാണ്, നല്ല ഒറ്റ നില തന്നെ നല്ലൊരു ഏരിയയാണ്. ഇവിടെ കബോർഡ് കാര്യങ്ങൾ, അതിന്റെ ഫർണിച്ചർ എല്ലാം അടക്കം ഉണ്ടാ. ഇവിടെ ഒരു കോർട്ട്യാർഡ് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാരും നല്ല ഗ്രാൻഡ് ആയിട്ടാണ്. അതായത് വീടിന്റെ അകത്ത് കയറുന്ന ഒരു പോസിറ്റീവ് എനർജിയാണ്, നല്ലൊരു വൈബ്. പിന്നെ അതിന്റെ തൊട്ട് സൈഡിലായിട്ട് ഇത് മുകളിലോട്ടുള്ള സ്റ്റെയർ കേസാണ്, തടിയിലാണ് ചെയ്തേക്കണം. ഇവിടെ ഒരു ടി വി ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ടി വി കാണാനും കാര്യങ്ങൾക്കൊക്കെ ഉള്ള സൗകര്യം ഇട്ടേക്കണം. കണ്ട, അതൊക്കെ എന്താ ഒരു സെറ്റപ്പ് നോക്കി, ഇത്രയും വലിയൊരു സെറ്റപ്പ് കണ്ട. ഇനി നമുക്ക് ഈ വീടിന്റെ കിച്ചണും കാര്യങ്ങളൊക്കെ ഒന്ന് പോയി കാണാം. ഈ വീടിന്റെ ഇവിടെ വാഷ് കൗണ്ടർ ഏരിയ ഉണ്ട്, അത് പറയാൻ മറന്നു. ഇതാണ് നിങ്ങളുടെ വാഷ് കൗണ്ടർ ഏരിയ. ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു വാഷ് കൗണ്ടർ ഏരിയ ആണ്. കബോർഡ് കാര്യങ്ങളെല്ലാം തടിയാണ്ട, എല്ലാവരും നല്ല ഗ്രാൻഡ് ആയിട്ടാണ് ഫിനിഷ് ചെയ്തേക്കണം. ഈ വീടിന്റെ ലൊക്കേഷൻ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പത്തനംതിട്ട ജില്ലയിലാണ്. പത്തനംതിട്ട ജില്ലയിൽ മല്ലപ്പള്ളി. മല്ലപ്പള്ളി എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ടൗൺ ആണ്. ആ ടൗണിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ മാറി ടാർ റോഡ് ഫ്രണ്ടേജിലാണ്. അത് മല്ലപ്പള്ളി ഇരുവൂര് പോണ വഴിക്ക് ടാർ റോഡ് ഫ്രണ്ടേജിലാണ് ഈ കാണുന്ന ഈ 1 ഏക്കർ സ്ഥലവും 3300 സ്ക്വയർ ഫീറ്റ് ഒറ്റ നില വീട് സ്ഥിതി ചെയ്യണത്. കിച്ചണൊക്കെ ഉണ്ട്. കിച്ചന്റെ ഒക്കെ വലിപ്പം നിങ്ങൾ നോക്കിക്കൂടാ, അടിപൊളി ഗ്രാൻഡ് ആയിട്ട് കൊണ്ടുവയ്ക്കണം ഒരു കിച്ചൺ. എല്ലാ സൗകര്യം ഉണ്ടെന്നുള്ളത്, ഒന്നിനും ഒരു കുറവില്ലാത്ത കിച്ചൺ. കാരണം ഇത്രയും വലിയ വീട്ടിൽ താമസിക്കാൻ ആകെ 2 പേരേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് കൊടുക്കണത്. കാരണം ഇത്രയും വലിയ വീടൊക്കെ അതിന് പ്രായമുണ്ട്, ഇതൊക്കെ മെയിൻറ്റെയിൻസ് ചെയ്യാൻ അവർക്ക് പറ്റൂല. സെക്കൻഡ് കിച്ചൺ എന്താ ഒരു സെറ്റപ്പ് ഒന്നും. അത്യാവശ്യം എല്ലാ സൗകര്യമുള്ള ഒരു സെക്കൻഡ് കിച്ചൺ ഉണ്ട്. തൊട്ടിപ്പുറത്ത് തന്നെ സ്റ്റോർ റൂം കാര്യങ്ങള് അങ്ങനെയുള്ളതെല്ലാം ഉണ്ട്. എല്ലാം നിങ്ങള് ഒരെണ്ണം പോലും മിസ്സാണ്ട് കണ്ടോളൂട്ടോ. കാരണം ഇത് നിങ്ങൾ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് വന്നോ, നമുക്ക് ഈ വീട് നേരിട്ട് വന്ന് കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ ഇത് പർച്ചേസ് ചെയ്യാം. ഈ വീടിന് ഇവിടെ ചോദിക്കണം വെച്ചിട്ടുണ്ടെങ്കിൽ 3.5 കോടി രൂപയുണ്ട്. 1 ഏക്കർ സ്ഥലവും ഈ കാണുന്ന 3300 സ്ക്വയർ ഫീറ്റ് ലക്ഷറി വീടിനും കൂടി ചോദിക്കുന്നത് 3.5 കോടി രൂപയാണ്. അപ്പൊ ഈ വീട് വാങ്ങാൻ താല്പര്യമുള്ളവര് നമ്മുടെ ഡിസ്പ്ലേ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമുക്ക് ഈ വീടിന്റെ ഒരു റൂമായിട്ട് കാണാം. കാരണം റൂം കാണണമല്ലോ, കാരണം ഈ റൂമിന്റെ സെറ്റപ്പും കാര്യങ്ങളൊക്കെ കണ്ടാലേ നമുക്ക് ഈ വീടിന്റെ, കാരണം ഈ വീടിന് 3 ബെഡ്റൂമാണ് ഉള്ളത്. ഇത്തരം വലിയ വീടുകളിൽ 3 ബെഡ്റൂമുകൾ വേണം. റൂം എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര വലിപ്പമാണ്, നല്ല ഏരിയ. എന്താ അത്യാവശ്യം നല്ല വലിപ്പമുള്ള റൂമുകളാണ് ഈ വീടിനുള്ള 3 റൂമുകൾ. എല്ലാ ഫെസിലിറ്റി ഉണ്ട്. കാരണം ഇവർക്ക് പ്രായമുണ്ട്, ഇത്രയും വലിയ വീടൊന്നും നോക്കാൻ പറ്റൂല. അങ്ങനെ കബോർഡ് കാര്യങ്ങളൊക്കെ ഇന്നർ സൈഡാണ്, ഭിത്തിര ഉള്ളിൽ കൂടി വെച്ചേക്കാണ്. കാരണം കറക്റ്റ് ലെവലിൽ, കാരണം ഒരുപാട് ഫെസിലിറ്റിയാണ്. ബാത്റൂം ഒക്കെ ഉണ്ട്. ബാത്റൂമൊക്കെ ഗ്ലാസ് പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. വെറ്റ് ഏരിയയും ഡ്രൈ ഏരിയയും സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിനാണെങ്കിൽ വെറും 3 വർഷം പഴക്കമുള്ളൂട്ടോ. അപ്പൊ അത്രയും സെറ്റപ്പ് ഉള്ളൊരു വീടാണിത്. എല്ലാവരുടെയും ആഗ്രഹമല്ല വലിയൊരു വീടും വലിയ പൂന്തോട്ടമൊക്കെ ഉള്ള 1 ഏക്കർ സ്ഥലത്ത് ഒരു വീടെന്നുള്ളത് എല്ലാ മലയാളികളുടെയും ഒരാഗ്രഹമാണ്. ആ ആഗ്രഹത്തിന്റെ ഇതിൽ വെച്ച വീടാണ്. പക്ഷെ ഇപ്പൊ ഈ പ്രായം വയ്ക്കുമ്പോഴേക്കും വിചാരിച്ചുകൊണ്ട് കാര്യങ്ങൾ നടക്കൂല. അപ്പൊ നോക്കാനും ഇത് തുടച്ച് ക്ലീൻ ചെയ്തിടാനൊന്നും പറ്റാത്തൊരു സാഹചര്യം വന്ന കാരണം അവരിത് വിൽക്കണേ. ഇവിടെ സ്ഥലത്തിന് തന്നെ 3 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട്. 3.5 ലക്ഷം രൂപ സെന്റിന് വിലയുണ്ട് ഇവിടെ. കാരണം മല്ലപ്പള്ളി ടൗണിൽ നിന്ന് വെറും 4 കിലോമീറ്ററേ ഉള്ളൂ. ഇവിടെ സ്ഥലത്ത് 3.5 ലക്ഷം രൂപ സെന്റിന് വില ഉള്ളത്, റോഡ് സൈഡ് തന്നെ. അപ്പൊ സ്ഥലം ഇപ്പൊ 1 ഏക്കർ സ്ഥലം കൂട്ടിയാൽ തന്നെ ഈ പറഞ്ഞ 1.25 ഏക്കറിനും കൂടി എന്താ പറയണം. മറ്റേ അപ്പുറത്ത് ഫ്രണ്ടിൽ കിടക്കുന്ന സ്ഥലമില്ല, 25 സെന്റും കൂടി ഉൾപ്പെടെ ഉണ്ട് ഈ പറഞ്ഞ 3.5 ഏക്കർ, അല്ല 3.5 CR. അപ്പൊ ഈ സ്ഥലം തന്നെ ആകുമ്പോ തന്നെ ഈ പറഞ്ഞ വില വീട് വെറുതെ ഫ്രീ ആവും. മനസ്സിലായേ? കണ്ട ഈ ഇതിന്റെ ബാത്റൂമിന്റെ ഒക്കെ വലിപ്പം കണ്ട, അത്യാവശ്യം നല്ല വലിപ്പമുള്ള കണ്ടോ. ബെഡ്റൂം അതേ കൂട്ടി തന്നെയാണ്, നല്ല വലിപ്പമാണ് എല്ലാ ബെഡ്റൂമും. അതെ
എല്ലാ ബെഡ്റൂമും നല്ല വലിപ്പമുള്ള ബെഡ്റൂമും ബാത്റൂമും എല്ലാം പക്കാ സൗകര്യം, എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. തടിയൊക്കെ കംപ്ലീറ്റ് തേക്കാണ് ഉപയോഗിച്ചേക്കണം. അത് നല്ല ഗ്രാൻഡ് ആയിട്ട് പണിതേക്കണം അടിപൊളി ഒരു വീട്. അപ്പൊ ഈ വീട് നിങ്ങൾക്ക് സ്വന്തമാക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ആദ്യം നമ്മൾ കാണിച്ച നമ്പറിൽ, ഡിസ്പ്ലേയിൽ എഴുതി കാണിച്ച നമ്പർ, ആ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. ബന്ധപ്പെട്ടുകയാണെങ്കിൽ ഈ വീട് വന്ന് കാണാം, കണ്ടിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം. കാരണം ഇത്രയും ലുക്കുള്ള വീടൊക്കെ നമുക്ക് എപ്പോഴും വരാറില്ല. കാരണം ബൈ ചാൻസ് ആണ് ഇങ്ങനെയുള്ള വീടൊക്കെ വരുന്നത്. കാരണം ഇതേവിടുത്തെ വീട് ഇത്രയും നല്ല വീടൊക്കെ പണിയുന്നവർ ഒരിക്കലും വിൽക്കൂല. ഇതിപ്പോ ഇങ്ങനെ ഒരു ബൈ ചാൻസ് നമുക്കൊരു വീട് വന്നേക്കിനാണ്. അപ്പൊ നമുക്ക് കേരളത്തിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് വീട് വാങ്ങണമെങ്കിൽ നമ്മുടെ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ ബഡ്ജറ്റും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരണമെങ്കിൽ ആ ബഡ്ജറ്റിനുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം. അപ്പൊ എല്ലാവരും ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ആവശ്യമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.